ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ നാളെ നടക്കാമെന്ന നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അതാണ് ഇഷിതയാണെങ്കിൽ മഹേഷിനോട് പറയുന്നുണ്ട്, മഹേഷ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിനോദിന്റെയും അതുപോലെ തന്നെ സുജിയുടെയും വിവാഹം നടത്തണം. അമ്പലത്തിൽ വെച്ചിട്ട് താലികെട്ട് മുഹൂർത്തമൊക്കെ നോക്കുമ്പോഴേക്കും ഒത്തിരി സമയമാവില്ലേ, നമുക്ക് അവിടെ വിവാഹം ഒരു രജിസ്റ്റർ മാരേജ് ആയിട്ട് നടത്തിയാൽ മതി എന്ന് പറയാണ്. അതിനെന്താ, നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ടേ, അതിനിപ്പോ ഡേറ്റും സമയമൊന്നും നോക്കണ്ട മഹേഷ്, പറ്റുമെങ്കിൽ നമുക്ക് നാളെ തന്നെ നടത്താം എന്ന് പറയാണ്. നാളെയോ? താൻ എന്തൊക്കെയാണ് പണത്? നാളെ അവിടെ വിവാഹം നടത്താന്നോ? അതെ, രജിസ്റ്റർ മാരേജ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിട്ട് വിവാഹം നടത്താം, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു മഹേഷ്. താനിത് സീരിയസ് ആയിട്ട് തന്നെ പറയാണോ? അതെ, ശരി, എൻ്റെ ഭാര്യയുടെ ആഗ്രഹമല്ലേ, അങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നെ ഈ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ തൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരെയും താൻ നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുവരണം. ഞാനാണെന്നുണ്ടെങ്കിൽ വിനോദിനെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാളെ രജിസ്റ്റർ ഓഫീസിൽ വിനോദിനെ കൊണ്ടുവരാം എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ പ്ലാൻ നാളെ, ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇഷിതക്ക് നല്ല ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മഹേഷ്. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഇഷിതാണെങ്കിൽ ഈശ്വരത് എങ്ങനെയാണെന്ന് വീട്ടിലൊന്ന് അവതരിപ്പിക്കുക. ഇവരോട് എന്ത് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും? ആരോടും ഇപ്പൊ ഒന്നും പറയരുത്, രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ സർപ്രൈസ് പൊട്ടിച്ചാൽ മതി എന്ന് ഇഷിത വിചാരിക്കുകയാണ്. ഇഷിത സ്വപ്നം വരെടുത്ത് രാമനാഥനോടൊക്കെ പറയുന്നുണ്ട്. അതെ, മഞ്ജിമേടത്തും പറയുന്നുണ്ട് കേട്ടോ, നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോവാം. നമ്മുടെ അമ്മയുടെ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നും നമ്മുടെ ഫ്ലാറ്റിൽ നിന്നും ഒരു മണിക്കൂറത്തേക്ക് ഒരു സ്ഥലം വരെ പോവാണ്. എവിടെയാ മോളെ എന്ന് രാമനാഥനും സ്വപ്നയിലും ചോദിക്കുമ്പോൾ അതൊക്കെ സർപ്രൈസ് ആണ്. മഹേഷ് ആ സ്ഥലത്തുണ്ട്, വിനോദമായിട്ട് മഹേഷ് അവിടെയുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം എന്ന് പറയാണ്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ സ്വപ്നവലി രാമനാഥനൊക്കെ റെഡി ആയിട്ട് വരും കേട്ടോ. മഞ്ജുവ പറയണ്ടോ, എനിക്ക് താല്പര്യമൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ പറയാണ്. ഇഷിത പറയണ്ട്, മഞ്ജുവ ചേച്ചിയും കൂടി വാ എന്ന് പറയുമ്പോ, ഓ ഞാൻ വരുന്നൊന്നും ഇല്ലേ, നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ മഞ്ജുവ പറയാണ്. എന്തെങ്കിലും ആവട്ടെ നിഷിതയും വിചാരിക്കുകയാണ്. ഇഷിത നമ്മുടെ മാഷിനോടും അതുപോലെ തന്നെ പ്രിയാമനടുത്തും സുചിത്രടുത്തും ഇതേ കാര്യം പറയുന്നുണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോകണം, എത്രയും പെട്ടെന്ന് വരണം. എവിടെയാ മോളെ, നീ സർപ്രൈസ് ഇട്ടിട്ട് കാര്യം പറ. അപ്പോ ഇഷിത പറയണ്ട, അതൊക്കെ സർപ്രൈസ് തന്നെയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വാ. സുജി, നീ കുറച്ച് നന്നായിട്ട് ഒരുങ്ങിക്കോട്ടോ എന്ന് പറയാണ്. അതെന്താ ചേച്ചി? അല്ല, ഈ കൂട്ടത്തിൽ ചെറുപ്പക്കാരി നീയല്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇഷിതേച്ചിയോ? ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞു, ഞാനിപ്പോ ഒരു അമ്മയാവാൻ പോവാ, അപ്പൊ ഞാനും പ്രായം ആയില്ലേടി, നീയല്ലേ കല്യാണം കഴിക്കാതെ യുവത്വത്തിൽ നിൽക്കുന്ന സുന്ദരി, അതുകൊണ്ട് നീ ശരിക്കും റെഡി ആയിട്ടൊക്കെ വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആർക്കൊന്നും കാര്യമൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും പോയിട്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും രജിസ്റ്റർ ഓഫീസിലേക്ക് എത്താണ്. വിനോദിനെ കൂട്ടിക്കൊണ്ട് മഹേഷും രജിസ്റ്റർ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അപ്പൊ വിനോദ് ഇങ്ങനെ ചോദിക്കണ്ടേ, എവിടെയാണ് ഏട്ടൻ നമ്മൾ പോണത്, ഏട്ടൻ എവിടെയാ പോണെന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ, അതൊക്കെ ഉണ്ട്, നീ കുറച്ചു നേരം ക്ഷമിക്കടാ, നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താം, ഒരു സർപ്രൈസ് ആണ്, ഒരു വലിയ സർപ്രൈസ് എന്നൊക്കെ പറയണം. അങ്ങനെ ആദ്യം രജിസ്റ്റർ ഓഫീസിൽ എത്തുന്നത് വിനോദും മഹേഷും ആട്ടോ. രജിസ്റ്റർ ഓഫീസിൽ എത്തുമ്പോഴേക്കും വിനോദ് ചോദിക്കണ്ട, രജിസ്റ്റർ ഓഫീസിലോ, എന്തായിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട്, നീ ഇറങ്ങ് എന്ന് പറയാണ്. അങ്ങനെ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. മഹേഷ് വിനോദിനോട് പറയണ്ട്, ഇന്ന് നിന്റെ സുജിയുടെ രജിസ്റ്റർ മാരേജ് ആണ്. ഏട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്, ഇന്ന് എന്റെ സുജിയുടെ വിവാഹമാണെന്നോ? അതെ, അമ്മയും ഇഷിതയും അച്ഛനും സുചിത്രയും മാഷും പ്രിയാമണി അമ്മയും എല്ലാവരും ഇപ്പൊ ഇവിടേക്ക് എത്തും. ഏട്ടൻ കാര്യത്തിൽ പറയാണോ, സീരിയസ് ആയിട്ട് പറയാണോ, അതോ തമാശ പറയാണോ? ഞാൻ നിന്റെ വിവാഹത്തെ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ തമാശ പറയോടാ, ഞാൻ കാര്യത്തിൽ തന്നെ പറയാണ്, ഇന്ന് നിന്റെ സുജിയുടെ വിവാഹമാണ് എന്ന് പറയുമ്പോ വിനോദിനെ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിനക്കിപ്പോ സന്തോഷമായോ? അത് പിന്നെ ഏട്ടാ, സുചിത്ര, എനിക്ക് ചേട്ടൻ അറിയാലോ, കോളേജ് മുതലേ എൻ്റെ ഉള്ളിൽ അവളെന്ന് പറഞ്ഞ പെണ്ണ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സന്തോഷമുണ്ട് ഏട്ടാ. ഞാൻ ജയിലിൽ കിടന്നപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരുന്ന പെണ്ണല്ലേ, അവളെ സ്വന്തമാക്കണതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, നീ ഇവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് നമ്മുടെ മഹേഷും കൂടി പോകുന്നുണ്ട് ഇഷിതനെ എല്ലാവരും കൂട്ടാനായിട്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് വരുവാട്ടോ രജിസ്റ്റർ ഓഫീസിലേക്ക്. അതേസമയം ആകാശാണെങ്കിൽ രചനയെടുത്ത് ഇങ്ങനെ പറയാണ്, രചനെ നോക്ക്, ഇന്ന് എന്തായാലും ഇഷിതയും മഹേഷും പൊട്ടിക്കരയാമോന്ന് ദിവസമാണെന്ന് പറയാണ്. അപ്പൊ രചന ചോദിക്കണ്ടേ, എന്താ ആകാശിന്റെ പ്ലാനും ചോദിക്കുമ്പോ, അതെന്താണെന്ന് താൻ അറിയണ്ട, പക്ഷെ താൻ ഒരു കാര്യം മാത്രം അറിഞ്ഞോ, ഇന്ന് ഇഷിതയും മഹേഷും പൊട്ടിക്കരയും, അവർക്കൊരിക്കലും നികത്താൻ പറ്റാത്ത ഒരു വലിയ കുറവാണ് അവരുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്.
ആകാശ് എന്താ പറഞ്ഞു വരുന്നത്? അതല്ലോട് ഞാൻ പറഞ്ഞത്, താനിപ്പോ ഒന്നും അറിയണ്ട. ഇനിയിപ്പോ വാർത്തയായിട്ടും അതുപോലെ തന്നെ തന്റെ ചെവിയില്, കാതുകളില്, ഫോൺ കോളിന്റെ രൂപത്തിലൊക്കെ ആ ന്യൂസ് എത്തും. അപ്പൊ മാത്രം താൻ ആ കാര്യം അറിഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചാ മതി. അതെ, ഞാനിപ്പോ ഒരു സ്ഥലം വരെ പോകുവാണ് ആ പ്ലാൻ ചെയ്ത് തീർക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് ഇറങ്ങാണ്. രചനക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആകാശ് വലിയ എന്തോ പ്ലാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് രചനക്ക് മനസ്സിലായി. പക്ഷെ ഇത് എന്താന്ന് രചനക്ക് അപ്പോഴും മനസ്സിലായില്ല കേട്ടോ. ആകാശിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഇഷിതയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുക. അതാണ് ആകാശിന്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് ആകാശ് പുറപ്പെട്ട് എവിടെയോ പോകുക കേട്ടോ. ഇഷിതയും മഹേഷും കൂടി കാറിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ കാർ അപകടപ്പെടുത്താനാണോ അതോ അവരെ എന്തെങ്കിലും ചെയ്യാനാണോ എന്ന് അറിയില്ല, ആകാശം തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. ഇഷിത ഈ പ്രാവശ്യം എന്തായാലും പൊട്ടിക്കരയോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ആകാശ് പോണത്. അപ്പൊ ഇഷിതയ്ക്ക് എന്തൊക്കെയോ ഒന്ന് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അത് നാളത്തെ വീക്കെൻഡ് പ്രൊമോ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം മാധവിനാണെങ്കിൽ ഡോക്ടർ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ മാധവ് ഭയങ്കര വയലന്റ് ആവുന്നുണ്ട്. അപ്പോൾ ലയ ഇതൊക്കെ കണ്ട് ലയ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ലയേനെ അവിടെ നിർത്തിയിട്ടുണ്ട് ഡോക്ടർ. കാരണം മാധവിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ലയ കൂടെ തന്നെ വേണമല്ലോ. അഷിത തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ലയ അടുത്ത് ഡോക്ടർ പറയുന്നുണ്ട്, മോളൊന്നും കൊണ്ട് പേടിക്കേണ്ട, ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പിന്നെ ട്രീറ്റ്മെന്റ് ഓരോ സമയം എത്തുമ്പോഴേക്കും നല്ല നല്ല ഇമ്പ്രൂവ്മെന്റ് ആവുമ്പോഴേക്കും നിങ്ങൾക്ക് സന്തോഷവും സമാധാനമൊക്കെ കിട്ടുമെന്ന് പറയാണ്. മോളുടെ സ്നേഹവും കൂടി അവനെ കിട്ടണം. കാരണം എൻ്റെ മരുന്ന് കൊണ്ട് മാത്രം ഒന്നും ആവില്ല. മോൾ നന്നായിട്ട് സ്നേഹിച്ച് കൂടെ നിൽക്കുകയാണെന്നുണ്ടെന്ന് മാധവിന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാധവിന്റെ അസുഖം പെട്ടെന്ന്, അതായത് മാധവിന്റെ ഈ ഒരു അഡിക്ഷൻ, അതായത് മദ്യത്തിനോടുള്ള ഈ ഒരു ഇത് എത്രയും പെട്ടെന്ന് മാറ്റാൻ സാധിക്കും എന്ന് ഡോക്ടർ പറയാണ്. അതുകൊണ്ട് തന്നെ ലയ നല്ല കുട്ടിയായിട്ട് മാധവിന്റെ കൂടെ തന്നെ നിൽക്കുക കേട്ടോ. മാധവിനെ പെട്ടെന്ന് തന്നെ ആ ഒരു മദ്യത്തിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ മാധവ് പഴയതിനേക്കാളും നല്ലൊരു ചെറുപ്പക്കാരനായി മാറാണ്. ലയക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലയേനെ മുമ്പ് എങ്ങനെയാണോ മാധവ് സ്നേഹിച്ചത് അതിന്റെ ഇരട്ടിയായിട്ടാണ് മാധവ് ഇപ്പൊ ലയനെ സ്നേഹിക്കുന്നത് കേട്ടോ. മാധവ് പറയുന്നുണ്ട്, ലയേ, എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ ഭാഗ്യം തന്നെയാണ്. ഞാൻ ഇത്രയൊക്കെ തരികിട പരിപാടികളും കുടിച്ച് നാണം കെട്ട് റോഡ് സൈഡിൽ കിടന്നു, ബാറിൽ കിടന്നുറങ്ങി, നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും നീ ഒന്നും എന്നെ പറഞ്ഞില്ല, എൻ്റെ കൂടെ തന്നെ നിന്നു. എന്തൊക്കെ വഴക്കുണ്ടാക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ കൂടെ തന്നെ നിന്നുലേ. എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഇനി നിന്റെ കണ്ണുകൾ നിറയാൻ ഞാൻ സമ്മതിക്കില്ല. സന്തോഷം കൊണ്ട് മാത്രമേ നിന്റെ കണ്ണ് നിറയുള്ളൂ. ഒരിക്കലും ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ലയേനെ ചേർത്ത് പിടിക്കുകയാണ് മാധവ്. ലയക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ മാധവും ലയയും കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ നേരെ വീട്ടിലേക്കാണ് വരുന്നത്. ലയ അഷിതയുടെ അടുത്ത് നന്ദി പറയാണ്. അപ്പൊ അഷിത പറയണ്ടേ, എന്നോടല്ല ലയ നന്ദി പറയേണ്ടത്, ഇഷിതയുടെ അടുത്താണ്. നീ ശത്രുവായിട്ട് കാണുന്ന ഇഷിതയുടെ തന്നെ. മാധവ് ഇപ്പൊ ഇത്രയും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മാത്രമാണ്. ആ ഹോസ്പിറ്റലിലെ കാര്യം പറയുകയും പിന്നെ അവിടുത്തെ ഡോക്ടറെ അടുത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ മാധവിന് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നും ഇഷിതയുടെ നല്ല റെക്കമെൻഡേഷനും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് മാധവിനെ കുറച്ച് നല്ല കെയറിങ് ആയിട്ട് അവർ ചെയ്തത്. എന്തായാലും നീയും മാധവിന് ഒരുപാട് നാളെ സന്തോഷത്തോടെ ജീവിക്കണം. കുഞ്ഞുങ്ങളും കുട്ടികളും നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാവും, അത് ഞാൻ തരുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് നന്നായിട്ട് സന്തോഷിച്ച് ജീവിക്കണം. പക്ഷെ ഒരു കാര്യം, നീ ഇനി ഒരിക്കലും മനസ്സിനിയമ പറഞ്ഞ് കേട്ട് ആ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല എന്ന് ലയ എടുത്ത് നമ്മുടെ അഷിത പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.